വി ഡി സതീഷിന് ഏറ്റവും കൂടുതൽ കയ്യടി കിട്ടിയ ഒരു പരിപാടിയായിരുന്നു KSRTCയിലെ സൗജന്യ യാത്ര. പ്രതിപക്ഷത്തുണ്ടായിരുന്നപ്പോൾ അവർ വാഗ്ദാനം നൽകിയത് ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ KSRTC ബസ്സുകളിലും സ്ത്രീകൾക്കും കുട്ടികൾക്കും സൗജന്യ യാത്രയായിരിക്കും. നിങ്ങൾക്ക് എവിടെ വേണമെന്നുണ്ടെങ്കിലും ടൂർ പോകാം, തീർത്ഥാടന യാത്രക്ക് പോകാം, ബന്ധുവീട്ടിൽ പോകാം, ഒക്കെ സൗജന്യമായിരിക്കും, എല്ലാ ബസ്സിലും സൗജന്യമായിരിക്കും എന്ന് ബസ്സിൽ കയറിയിട്ടും അതേപോലെ തന്നെ വീട് കയറിയിട്ടും സതീഷിനും കൂട്ടരും പറഞ്ഞതിൻ്റെ വീഡിയോസ് അടക്കം നമ്മൾ കണ്ടു. അതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് അവർക്ക് 102-ന്റെ ഭൂരിപക്ഷം കൊടുത്ത് ജനങ്ങൾ വിജയിപ്പിച്ചത്. അവസാനം അധികാരത്തിൽ വന്നപ്പോൾ എന്താണ് അവസ്ഥ? ആദ്യം പ്രഖ്യാപിച്ച പോലെയൊന്നല്ല ഉണ്ടായത്. ഞങ്ങൾ ഓർഡിനറി ബസ്സുകളിൽ മാത്രമേ ഇപ്പോൾ തൽക്കാലം സൗജന്യ യാത്ര സ്ത്രീകൾക്ക് കൊടുക്കുന്നുള്ളൂ, പിന്നീട് ബാക്കി ആലോചിക്കാമെന്നുള്ളതാണ്. അങ്ങനെ ഓർഡിനറി ബസ്സുകളിലെങ്കിലും സൗജന്യ യാത്ര കിട്ടുമെന്ന് തീരുമാനിച്ച് അത് പ്രഖ്യാപിച്ചതിൻ്റെ തലേ ദിവസം, നാളെ സൗജന്യ യാത്ര എന്ന് പറയുമ്പോൾ അതിൻ്റെ തലേ ദിവസം മാധ്യമങ്ങൾ പുറത്തുവിട്ട വാർത്ത എന്താണ്? പല ഓർഡിനറി ബസ്സുകളും സിറ്റി ഫാസ്റ്റ് ആക്കി മാറ്റുന്നതിൻ്റെ വീഡിയോസും ഫോട്ടോ സഹിതം മാധ്യമങ്ങൾ പുറത്തുവിട്ടു. ബാക്കി ഉണ്ടായിരുന്നതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നുള്ളത് ഇന്ന് വന്ന വാർത്തയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ആ വാർത്ത ഇങ്ങനെയാണ്. അടുത്ത വാർത്തയിലേക്ക് പോയാൽ ഫസ്റ്റ് ഷോട്ട് റിപ്പോർട്ടർ. സാമ്പത്തിക പ്രതിസന്ധിയിൽ ഞെരുങ്ങി KSRTC. പ്രിയദർശിനി സർവീസ് ഉൾപ്പെടെ 150 ഓർഡിനറി ബസ്സുകൾ ഓടിയില്ല. സ്പെയർ പാർട്സുകളുടെ ക്ഷാമം കാരണം പല ബസ്സുകളും അറ്റകുറ്റപ്പണിക്കായി ഇട്ടിരിക്കുകയാണ്. മാറ്റിയിടാൻ ടയർ പോലും ഇല്ലാതെയും ബസ്സുകൾ വർക്ക്ഷോപ്പിൽ കിടക്കുന്നു. സ്വാതന സാജു ചേരുന്നു. സ്വാതന, ഖജനാവ് കാലിയാണ്, KSRTC ഞെരുങ്ങുന്നു അല്ലെ? റോഷ്നി, വി ഡി സതീശൻ സർക്കാരിന്റെ അഭിമാന പദ്ധതിയായിരുന്നു ഈ പ്രിയദർശിനി പദ്ധതി. നമ്മൾ കണ്ടതാണ് എത്രയധികം ആളുകൾ ആ ഒരു പദ്ധതി ഏറ്റെടുക്കുകയും ചെയ്തു എന്നുള്ളത്. ഏതായാലും പ്രിയദർശിനി പദ്ധതി മാത്രമല്ല, KSRTC മൊത്തത്തിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്നുള്ള വിശദാംശങ്ങളാണ് റോഷ്നി എന്തായാലും ഇപ്പോൾ പുറത്തു വരികയും ചെയ്യുന്നത്. ഇതിപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വന്ന വിവരപ്രകാരം ഇന്ന് മാത്രം KSRTCയിൽ ഏതാണ്ട് 150ഓളം ഓർഡിനറി സർവീസുകൾ മുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ 100-ലധികം സർവീസുകൾ പ്രിയദർശിനി സർവീസുകളാണ് എന്നുള്ള നോക്കണം. 150ഓളം ഓർഡിനറി സർവീസുകൾ മുടങ്ങിയപ്പോൾ, എല്ലാ ഓർഡിനറി സർവീസുകളും പ്രിയദർശിനി സൗജന്യ യാത്രയാണെന്നല്ല, അതിൽ 100 സർവീസുകളാണ് പ്രിയദർശിനിയുള്ളൂ. അവർ തന്നെ, മാധ്യമങ്ങൾ തന്നെ ഇപ്പോൾ പുറത്തു വിടുന്നുണ്ട്. കാര്യമാണ് റോഷ്നി നമുക്ക് ഇപ്പോൾ വ്യക്തമാകുകയും ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായി സർവീസുകൾ മുടങ്ങാനുള്ള കാരണം ബസ്സുകളുടെ കുറവ് തന്നെയാണ്. പല ബസ്സുകളും KSRTCയിൽ വലിയ കുറവ്, ക്ഷാമം നേരിടുന്നുണ്ട് ബസ്സുകളുമായി ബന്ധപ്പെട്ട്. അത് മാത്രവുമല്ല, ഇനി ബസ് ഉണ്ടെങ്കിൽ തന്നെയും റോഷ്നി സൂചിപ്പിച്ചതുപോലെ അതിന്റെ ടയറുകൾക്കൊക്കെ തന്നെയും പല ബസ്സുകളുടെയും ടയർ തേഞ്ഞു തീർന്ന അവസ്ഥയാണ്. പുതിയ ടയർ വാങ്ങി ഇടാൻ പോലുമുള്ള സാമ്പത്തിക ശേഷി ഇല്ല എന്നുള്ള കാര്യമാണ് എന്തായാലും മനസ്സിലാകുകയും ചെയ്യുന്നത്. പല ബസ്സുകളും ഈ ടയർ മാറ്റിയിടാൻ കഴിയാതെ സ്പെയർ പാർട്സുകളുടെ ക്ഷാമം മൂലം ഈ ഗോഡൌണുകളിലും മറ്റുമൊക്കെ കിടക്കുകയാണ്. ഇപ്പോൾ കൃത്യമായി സാമ്പത്തികം അതിനുവേണ്ടി ഉണ്ടെങ്കിൽ മാത്രമേ ആ ടയറുകളൊക്കെ മാറ്റിയിട്ട് ആ ബസ്സുകൾ സർവീസിന് വിധേയമാക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് KSRTC ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അത് മാത്രവുമല്ല, വലിയ സാമ്പത്തിക പ്രതിസന്ധി KSRTCക്കുള്ളിൽ നിലനിൽക്കുന്നുണ്ട് എന്നുകൂടിയാണ് റോഷ്നി ഇതുമായി ബന്ധപ്പെട്ട മനസ്സിലാകുന്നത്. ഒരു ദിവസം മാത്രം ഏതാണ്ട് 100-ലധികം പ്രിയദർശിനി സർവീസുകൾ മുടങ്ങുമ്പോൾ റോഷ്നി പദ്ധതി ഇനി എങ്ങനെ മുന്നോട്ട് പോകും? പ്രത്യേകിച്ച് ഇത്രയും അധികം സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുമ്പോൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നൊരു ആശങ്ക എന്തായാലും മുന്നിൽ നിൽക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട നമുക്ക് മറ്റ് പ്രതികരണങ്ങളൊന്നും വന്നിട്ടില്ല. ഈ 150 സർവീസ് ഇതാണ് ഇപ്പോൾ KSRTCയുടെ അവസ്ഥ. 150ഓളം ബസ്സുകൾ 2.5 മാസമായപ്പോഴേക്ക് കട്ടപ്പുറത്ത്. 2.5 മാസമായി എന്ന് പറയാൻ പറ്റില്ല. എന്താ വെച്ചാൽ സർക്കാർ കയറിയിട്ട് 2.5 മാസമായിട്ടുള്ളൂ. പ്രിയദർശിനി സൗജന്യ യാത്ര തുടങ്ങിയിട്ട് 2.5 മാസമായിട്ടില്ല, ഏകദേശം 2 മാസം ആകുന്നുണ്ടാവുള്ളൂ. 2 മാസം കൊണ്ട് ബസ്സുകളൊക്കെ കട്ടപ്പുറത്തായി എന്നുള്ള വാർത്തയാണ് ഇന്ന് പുറത്തു വരുന്നത്. എങ്കിലും 600 കോടി രൂപ പ്രതിവർഷം ചെലവ് വരുന്ന ഒരു സൗജന്യ യാത്രക്ക് വി ഡി സതീശൻ തയ്യാറാകില്ല. അതിന് കൊടുക്കേണ്ട കയ്യടി അങ്ങനെ ചിന്തിക്കുന്ന കുറേ ആളുകളുണ്ട്. അവരോടാ പറയാം, ശരിയാണ്, 600 കോടി രൂപയാണ് ഖജനാവിൽ നിന്ന് ഖജനാവിൽ മാറ്റിവെച്ചത് ഈ പദ്ധതിക്ക് വേണ്ടിയിട്ട്. എന്നാൽ വി ഡി സതീശൻ സർക്കാർ ഇല്ലാതാക്കിയ ഒരു പദ്ധതിയെക്കുറിച്ച് നമ്മളിൽ എത്ര പേര് ആശങ്കപ്പെടുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട്? കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് തുടങ്ങി വെച്ചൊരു പദ്ധതിയായിരുന്നു സ്ത്രീ സുരക്ഷാ പെൻഷൻ. BPL കുടുംബങ്ങളിൽപ്പെട്ട 35-നും 60-നും വയസ്സ് ഇടയിലുള്ള പാവപ്പെട്ട സ്ത്രീകൾക്ക് 32 ലക്ഷം ആളുകൾക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ച് തുടങ്ങിയ പദ്ധതിയുടെ തുടക്കത്തിൽ തന്നെ ഏകദേശം 18 ലക്ഷത്തോളം ആളുകൾ അപേക്ഷകരായി വന്നു. എന്താണ് അപ്പോൾ 18 ലക്ഷം മാത്രം വരാനുള്ള കാരണം? UDF വ്യാപകമായി പ്രചരിപ്പിച്ചു. ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട്, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമാണ്, അത് മുന്നിൽ കണ്ടുകൊണ്ട് സർക്കാർ, ഇടതുപക്ഷ സർക്കാർ ആളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് ആരും അപേക്ഷിക്കേണ്ട എന്ന് പറഞ്ഞപ്പോൾ പല ആളുകൾ അത് വിശ്വസിച്ച് അപേക്ഷിച്ചില്ല. എന്നാൽ ആദ്യ മാസം കിട്ടി തുടങ്ങിയപ്പോൾ പല ആളുകൾ അപേക്ഷിക്കാൻ തുടങ്ങി. ഏകദേശം 18 ലക്ഷത്തിൽ പല ആളുകൾ അപേക്ഷിച്ചപ്പോൾ അവർക്ക് കിട്ടിയിരുന്നു. ആ പദ്ധതി പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചു. ആ പദ്ധതിക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവും അവസാനം അവതരിപ്പിച്ച ബജറ്റിനകത്ത് 3720 കോടി രൂപ സർക്കാർ നീക്കി വെച്ചിരുന്നു. എത്രയാണ്? 3720 കോടി രൂപ. അത് ഇല്ലാതാക്കി. 3720 കോടി ഇല്ലാതാക്കിയിട്ട് വി ഡി സതീശൻ ഉണ്ടാക്കിയ പരിപാടിയാണ് 600 കോടി. അപ്പോഴും ചിലർ ചോദിക്കും, അത് മാത്രമല്ലല്ലോ വി ഡി സതീശൻ ചെയ്തത്. ഇപ്പോൾ ആശാ വർക്കർമാർക്ക് ശമ്പളം ഓണറേറിയം കൂട്ടിയില്ല 3000 രൂപ. അതേപോലെ അംഗൻവാടി ടീച്ചർമാർക്ക് 1000 രൂപ കൂട്ടി, പാചക തൊഴിലാളികൾക്ക് 500 രൂപ കൂട്ടി. ആ ചെലവുകളൊക്കെ വി ഡി സതീശൻ സർക്കാർ കൂട്ടിയില്ലേ? അങ്ങനെ കൂട്ടിയാൽ പോലും ഒരു വർഷം ഇതിന് മൊത്തം ചെലവ് വരുന്നത് 750 കോടി രൂപയോളമാണ്.
750 കോടി രൂപ. ഇല്ലാതായത് സ്ത്രീ സുരക്ഷാ പെൻഷൻ ഇല്ലാതായപ്പോൾ സർക്കാരിന് മിച്ചം വന്നത് 3720 കോടി രൂപയാണെങ്കിൽ ഏകദേശം 3000 കോടി രൂപ ആ അർത്ഥത്തിൽ മാത്രം വി ഡി സതീഷിന്റെ ഖജനാവിനകത്തുണ്ട് എന്നുള്ളതല്ലേ കൃത്യമായിട്ടുള്ള കണക്ക്. എന്നാൽ അന്ന് പ്രതിപക്ഷത്തുണ്ടായിരുന്നപ്പോൾ വി ഡി സതീശൻ പറഞ്ഞ ഒരു കാര്യം, കേരളം വലിയ കടക്കണിയിലാണ്, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ കടമെടുക്കാതെ കേരളത്തെ എങ്ങനെ സാമ്പത്തികമായി മെച്ചപ്പെടുത്താനും ഖജനാവ് നിറക്കാനും ഞങ്ങൾക്കറിയാം, അതിനുള്ള മാജിക് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ജനങ്ങളറിയാതെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് നികുതി പിരിക്കുന്ന പറഞ്ഞത്, എങ്ങനെ പൂവിൽ നിന്ന് പൂവറിയാതെ വണ്ട് തേൻ കുടിക്കുന്ന പോലെ ഞങ്ങൾ ജനങ്ങളിൽ നിന്ന് നികുതി പിരിച്ചിട്ട് ഖജനാവ് നിറക്കുമെന്ന് പറഞ്ഞ ആളാണ്. ഇപ്പം എന്താ അവസ്ഥ? മൂന്ന് മാസം കഴിഞ്ഞില്ല, 2.5 മാസം, കൃത്യം 2.5 മാസം ആകുമ്പോഴേക്ക് 10400 കോടി രൂപ കടമെടുത്തു ഈ സർക്കാർ. ഞങ്ങൾ കടമെടുക്കില്ല എന്ന് പറഞ്ഞ സർക്കാർ 2.5 മാസം പിന്നിട്ടപ്പോഴേക്കും 10400 കോടി രൂപ കടമെടുത്തെങ്കിൽ 5 വർഷം തികയ്ക്കുമ്പോഴേക്ക് ഈ സർക്കാർ എത്ര രൂപ കടമെടുക്കുമെന്ന് നിങ്ങളൊന്ന് കണക്കൂട്ടി നോക്കൂ. എന്നാൽ ഇതൊക്കെ കടമെടുത്തെങ്കിൽ കാര്യങ്ങൾ എന്തെങ്കിലും നടക്കുന്നുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഫണ്ട് കൊടുത്തിട്ടില്ല, വലിയ പ്രയാസത്തിലാണ്. നമ്മുടെ മെഡിക്കൽ കോളേജ് മുതൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ വരെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നു. നമ്മുടെ സർക്കാർ സ്കൂളുകളിലേക്ക് കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് വന്ന വാർത്തയാണ്, സൗജന്യമായിട്ടുള്ള ഇന്റർനെറ്റ്, കെ ഫോൺ മുഖേന കൊടുത്തിരുന്ന ഈ ഇന്റർനെറ്റ് ഇനിമേൽ സൗജന്യമല്ല, നിങ്ങൾ പണമടക്കണമെന്ന് സർക്കാർ സ്കൂളുകളോട് ആവശ്യപ്പെടുകയാണ്. സ്കൂൾ ഏതാണ്? സർക്കാരിൻ്റെ. ആ സർക്കാർ സ്കൂളുകളോട് ആവശ്യപ്പെടുകയാണ്, ഇനിമേലിൽ നിങ്ങൾക്ക് ഇന്റർനെറ്റ് കണക്ഷൻ, കെ ഫോണിൻ്റെ കണക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനുള്ള പണമടക്കണം എന്നുള്ളത്. സർവ്വമേഖലയും സ്തംഭനാവസ്ഥയിലേക്ക്. വി ഡി സതീശൻ കച്ചവടം ഉറപ്പിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ താല്പര്യപ്രകാരം ആ കസേരയിൽ കയറിയിരിക്കുന്നത്. എന്തായിരുന്നു ആ കച്ചവടം? മംഗലാപുരം യാത്ര അതിൻ്റെ ഒരു സൂചനയാണ്. 25 ലക്ഷം മുതൽ 35 ലക്ഷം രൂപ വരെ ചെലവ് വരുന്ന ഒരു വിമാനയാത്ര അയാൾ നടത്തുന്നു. എന്തിനാ പോയതെന്ന് ഏതോ ഒരു മാധ്യമപ്രവർത്തകൻ കഷ്ടകാലത്തിന് ചോദിച്ചപ്പോൾ, മാധ്യമപ്രവർത്തകരായിരുന്നു വലിയ താല്പര്യം, ഏതോ ഒരു മാധ്യമപ്രവർത്തകൻ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ മൂപ്പര് പറഞ്ഞത്, ഞാൻ ആര്യാടൻ്റെ അകന്ന ബന്ധുവിനെ കാണാൻ പോയിന്നാണ്. അതോടെ തീർന്നു. ചോദ്യം ചോദിക്കലും ഉത്തരം പറയുള്ളൂ. ഒരു പ്രശ്നവുമില്ല വി ഡി സതീഷിനെ സംബന്ധിച്ചിടത്തോളം. ഇവിടുത്തെ കോൺഗ്രസ് അറിഞ്ഞില്ല, മംഗലാപുരത്തെ അതായത് കർണാടകയിലെ കോൺഗ്രസും അറിഞ്ഞില്ല വി ഡി സതീഷിന്റെ യാത്ര. അവിടെ പോയി കണ്ടത് കോൺഗ്രസിന്റെ ബദ്ധശത്രു എന്നറിയപ്പെടുന്ന BJPയുടെ മുന്നണിയായിട്ടുള്ള NDA മുന്നണിയുടെ നേതാക്കളെ. അവിടെ പോയി കണ്ടത് അദാനിയുടെ പകുതിയെ. കണ്ടു കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ കണ്ടത് വിഴിഞ്ഞം പോർട്ടിൻ്റെ അദാനിയുടെ കയ്യിലുള്ള 49% ഷെയർ മറ്റൊരു കമ്പനിക്ക് വിൽപ്പനക്ക് വെച്ചതുമായി ബന്ധപ്പെട്ട കരാർ പുറത്തു വന്നതാണ്. വളരെ ലാഘവത്തോടു കൂടി കച്ചവടം ഉറപ്പിച്ചിട്ടാണ്, മറ്റു പല താല്പര്യങ്ങളോട് കൂടിയിട്ടാണ് വി ഡി സതീശൻ ഈ വകുപ്പുകൾ ഏറ്റെടുത്ത്, പ്രത്യേകിച്ച് ഈ തുറമുഖ വകുപ്പ്. വലിയ തോതിലുള്ള കച്ചവടം, മിഷൻ സമുദ്ര എന്ന പേരിൽ വലിയ തോതിലുള്ള കച്ചവടം അയാൾ ഉറപ്പിച്ചിട്ടുണ്ട്. അയാളെ ഇതുവരെ സാധാരണക്കാരന് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം. അയാൾ ഈ ജനക്ഷേമപരമായ ഒരു പ്രവർത്തനം നടത്തിയിട്ട് ഈ കേരളത്തെ മെച്ചപ്പെടുത്താൻ വേണ്ടി വന്നതല്ല. അടി മുതൽ മുടി വരെ ഫ്രോഡാണ് അയാൾ. ഇനിയും കേരളം മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും, കേരളത്തിന് വലിയ വില. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.